എല്ലാവർക്കും നമസ്കാരം. ഒറിജിനൽ പ്രൈമൽ പ്രോബ്ലംസിനെ ഡ്യുവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പ്രൈമൽ ഡ്യുവലിലേക്ക് മാറ്റുന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണത്? പ്രൈമൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അതിന്റെ ഡ്യുവൽ ഈസിയായി സോൾവ് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രൈമലിന്റെ സൊല്യൂഷൻ ഡ്യുവലിന്റെ സഹായത്താൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണല്ലോ. നമ്മൾ സാധാരണയായി സിംപ്ലെക്സ് മെത്തേഡിലൂടെ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. മിനിമൈസേഷൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സിംപ്ലെക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ പ്രൈമൽ അല്ല നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ ഡ്യുവൽ ആണ്. പ്രൈമൽ മിനിമൈസേഷൻ ആയതുകൊണ്ട് ഡ്യുവൽ എഴുതുമ്പോൾ മാക്സിമൈസേഷൻ ആകുമല്ലോ, അപ്പോൾ പ്രശ്നമില്ല. ഈ പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഡ്യുവലിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഡ്യുവൽ കൺവേർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സംശയമുള്ളവർ ഡ്യുവാലിറ്റിയുടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. എന്നാലേ ഈ ഡ്യുവൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ ഡ്യുവൽ ശ്രദ്ധിക്കൂ, ഇവിടെ 2 കൺസ്ട്രെയിൻസേ ഉള്ളൂ. പ്രൈമലിലാകട്ടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡ്യുവൽ സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. ഇനി നമുക്ക് ഈ ഡ്യുവൽ ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് 2 കൺസ്ട്രെയിന്റിലും സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും റീറൈറ്റ് ചെയ്യുക. ഇനിയെല്ലാം നമ്മൾ സാധാരണ സിംപ്ലെക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും യൂസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് സിംപ്ലെക്സ് ടേബിൾ ഫില്ല് ചെയ്യുക. y1, y2, y3 ആണല്ലോ ഡ്യുവലിന്റെ വേരിയബിൾസ്. അതുകൊണ്ട് സിംപ്ലെക്സ് ടേബിളിലെ കോളംസ് y1, y2, y3 എന്നാണ് എടുക്കേണ്ടത്. മാത്രമല്ല സൊല്യൂഷൻ കോളം xbക്ക് പകരം yb എന്ന നൊട്ടേഷനും കൊടുക്കുക. ബാക്കി ചെയ്യേണ്ടതെല്ലാം സാധാരണ പോലെ തന്നെ. നെക്സ്റ്റ് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുക. ഡെൽറ്റ ജെ വാല്യൂസിൽ നെഗറ്റീവ് വാല്യൂസ് വന്നിരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. ഡെൽറ്റ ജെ വാല്യൂസിലെ ഹയസ്റ്റ് നെഗറ്റീവായ -6 നേരെയുള്ള y2 ആണ് ഇൻകമിംഗ് വെക്ടർ. ഇനി yb കോളത്തിനെ y2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ കോളം കിട്ടുന്നു. തീറ്റയിലെ മിനിമം വാല്യൂ 1/3 ആണല്ലോ. അതിന് നേരെയുള്ള s2 ആണ് ഔട്ട് ഗോയിങ് വെക്ടർ. കീ എലമെന്റ് 3. ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യനിലും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ കാൽക്കുലേഷൻസ് മനസ്സിലാകാത്തവർ ഓപ്പറേഷൻസ് റിസർച്ചിലെ സിംപ്ലെക്സ് മെത്തേഡിൽ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന്റെ പ്ലേലിസ്റ്റിലെ സ്റ്റാർട്ടിംഗ് വീഡിയോസ് കണ്ടാൽ മതി. അതിൽ കാൽക്കുലേഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ബി കോളത്തിലും സി ബി കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ റോയെ കീ എലമെന്റ് ആയ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ടേബിൾ ഉണ്ടാക്കുക. ഇനി കീ എലമെന്റ് 3യുടെ മുകളിലുള്ള 4നെ 0 ആക്കാനായി കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള പുതിയ ടേബിളിലെ സെക്കൻഡ് റോയെ ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് ഈ റെഡ് കളറിലെ വാല്യൂസ് ഫസ്റ്റ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 2 - 4/3 ചെയ്യുമ്പോൾ 2/3 കിട്ടുന്നു. 3 - 4/3യുടെ ആൻസർ 5/3. 4 - 4 ചെയ്യുമ്പോൾ 0. 1 - 8/3 ചെയ്യുമ്പോൾ -5/3. 1 - 0 ചെയ്യുമ്പോൾ ആൻസർ 1. 0 - 4/3 ആൻസർ -4/3. അങ്ങനെ സെക്കൻഡ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഒപ്റ്റിമം ആയിട്ടില്ല. ഇത്തവണ y1 ആണ് ഇൻകമിംഗ് വെക്ടർ. yb കോളത്തിനെ y1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ s1 ആണ് ഔട്ട് ഗോയിങ് വെക്ടർ എന്ന് മനസ്സിലാകുന്നു. കീ എലമെന്റ് 5/3. ഇനി ബി കോളത്തിലും സി ബി കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ എലമെന്റ് 5/3യെ 1 ആക്കാൻ ആ റോയിനെ 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 5/3യുടെ റെസിപ്രോക്കൽ തേർഡ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 1/3യെ 0 ആക്കാൻ കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള പുതിയ ടേബിളിന്റെ ഫസ്റ്റ് റോയിനെ ആദ്യം 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ റെഡ് കളറിലെ വാല്യൂസ് സെക്കൻഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. 1/3 - 2/15 ചെയ്യുമ്പോൾ ആൻസർ 1/5. 1/3യിൽ നിന്ന് 1/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0. 1 - 0 1. 2/3 -1/3 ചെയ്യുമ്പോൾ ആൻസർ 1. 0 - 1/5 ആൻസർ
1/5, 1/3 -4/15, ആൻസർ 3/5. അങ്ങനെ തേർഡ് ടേബിളും കംപ്ലീറ്റ് ആയി. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ തേർഡ് ടേബിളിൽ ഒപ്റ്റിമം ആയിട്ടുണ്ട്. ഇത് ഡ്യുവലിന്റെ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഡ്യുവലിന്റെ ഒപ്റ്റിമം സിംപ്ലക്സ് ടേബിളിൽ നിന്ന് പ്രൈമലിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഫ്രം ദ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഓഫ് ഡ്യുവൽ പ്രോബ്ലം വി ക്യാൻ റീഡ് ദ സൊല്യൂഷൻ ഫോർ ബോത്ത് പ്രൈമൽ ആൻഡ് ഡ്യുവൽ. അതായത് നമുക്ക് തൊട്ടു മുന്നേ കിട്ടിയ ആ ഡ്യുവലിന്റെ ഫൈനൽ ടേബിളിൽ തന്നെ ഡ്യുവലിന്റെയും പ്രൈമലിന്റെയും സൊല്യൂഷൻസ് ഉണ്ട്. YB വെക്ടർ സ്റ്റാൻഡ്സ് ഫോർ ദി സൊല്യൂഷൻ ടു ദി ഡ്യുവൽ. അതായത് നമ്മൾ സാധാരണ ബി കോളവും XB കോളവും കൂടെ ചേർത്ത് വായിച്ചാണല്ലോ സൊല്യൂഷൻ എഴുതുന്നത്. ഇവിടെ XB കോളത്തിന് പകരമുള്ള കോളമാണ് YB കോളം. YB കോളമാണ് ഇവിടത്തെ സൊല്യൂഷൻ വെക്ടർ. അപ്പോൾ ബി കോളവും YB കോളവും കൂടെ ചേർത്ത് വേണം സൊല്യൂഷൻ എഴുതാൻ. അപ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ആരുടെയാണ്? ഡ്യുവലിന്റെ. കാരണം ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും യൂസ് ചെയ്താണല്ലോ ഈ സിംപ്ലക്സ് ടേബിൾ എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഡ്യുവലിന്റെ സൊല്യൂഷൻ എന്താണ്? y1 = 2/5, y2 = 1/5, y3 ബി കോളത്തിൽ ഇല്ലാത്തത് കൊണ്ട് y3 = 0. ഓക്കെ, അപ്പോൾ ഡ്യുവലിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. ഇനി പ്രൈമലിന്റെ സൊല്യൂഷൻ ഈ സെയിം ടേബിളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ഡെൽറ്റ ജെ കറസ്പോണ്ടിങ് ടു സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾസ് ആർ ദി സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ. അതായത് സ്ലാക്കോ സർപ്ലസ് വേരിയബിൾസിന്റെയോ ഡെൽറ്റ ജെ വാല്യൂസ് ആണ് പ്രൈമലിന്റെ സൊല്യൂഷൻ ആയി എടുക്കേണ്ടത്. ഇവിടെ രണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടല്ലോ, S1 ആൻഡ് S2. അതിന്റെ ഡെൽറ്റ ജെ വാല്യൂസ് ആണ് 3/5 ആൻഡ് 6/5. അതാണ് പ്രൈമലിന്റെ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ എഴുതുമ്പോൾ x1 = 3/5 ആൻഡ് x2 = 6/5 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഈ സൊല്യൂഷൻസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഡ്യുവലിന്റെയും പ്രൈമലിന്റെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഇവയാണല്ലോ. ഡ്യുവലിന്റെ സൊല്യൂഷൻ ആയി കിട്ടിയിരിക്കുന്നത് y1 = 2/5, y2 = 1/5 ആൻഡ് y3 = 0. പ്രൈമലിന്റെ സൊല്യൂഷൻ ആയി കിട്ടിയിരിക്കുന്നത് x1 = 3/5, x2 = 6/5. ഡ്യുവലിന്റെ സൊല്യൂഷൻ z' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഒപ്റ്റിമം വാല്യൂ 12/5 എന്ന് കിട്ടുന്നു. പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴും ഇവിടെ 12/5 എന്ന് തന്നെയാണ് കിട്ടുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതേപോലെ ഡ്യുവലിന്റെയും പ്രൈമലിന്റെയും ഒപ്റ്റിമം ഒബ്ജക്റ്റീവ് വാല്യൂ സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രൈമലിനും ഡ്യുവലിനും ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് സെയിം ഒബ്ജക്റ്റീവ് വാല്യൂസ് കിട്ടുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ഡ്യുവാലിറ്റി ഗ്യാപ്പ് ഉണ്ടാകുന്നു. എന്താണ് ഡ്യുവാലിറ്റി ഗ്യാപ്പ്? അതായത് പ്രൈമലിന്റെ ഒപ്റ്റിമൽ ഒബ്ജക്റ്റീവ് വാല്യൂവും ഡ്യുവലിന്റെ ഒപ്റ്റിമൽ ഒബ്ജക്റ്റീവ് വാല്യൂവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് അത് സെയിം അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസിനെയാണ് ഡ്യുവാലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത്. വീഡിയോ ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക്